അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സന്തോഷത്തോടെ തന്നെ കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഡൈനിങ്ങിൽ നിന്നാണ്. എന്നും എടുക്കൽ സിറ്റ് ഔട്ടിൽ നിന്നാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ വരുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ നിൻ്റെ വായുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയി, എനിക്ക് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ലൈവിൽ അറിയാതെ പറഞ്ഞു വന്നില്ല. എൻ്റെ കുഞ്ഞുനാളിലേ എനിക്കിഷ്ടമുള്ളൊരു ആക്ടറാണ് ദിലീപേട്ടൻ. അതെങ്ങനെ പറയണോ എന്ത് പറയണം എന്നല്ല, എൻ്റെ അപ്പക്കറിയാം, ഉപ്പക്കറിയാം. എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിന് വരെ അറിയാം എനിക്ക് ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടന് മാത്രമല്ലല്ലോ എന്താ പറയുക ആക്ടർ ആയിട്ടുള്ളത് ഒരുപാട് ആക്ടറുണ്ട്. പക്ഷെ എല്ലാവരും ഇഷ്ടമാണ്. ഇതെന്തോ ഒരുപാട് ഇഷ്ടമാണ്, പറയാൻ എനിക്ക് വാക്കില്ല. ചിലർക്ക് ദിലീപേട്ടന് ഇഷ്ടമുണ്ടാവില്ല, എന്നാൽ മറ്റു ചിലർക്ക് ഇഷ്ടമുണ്ടാവും. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊക്കെ ഉമ്മ പറയുന്നേക്കാം ദിലീപിൻ്റെ ഫിലിം കണ്ടാൽ സ്കൂളൊക്കെ കട്ട് ചെയ്യുന്നു ആണ്. ഉമ്മ പറയുന്ന ഒന്നല്ല, ഞാൻ കട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് ഫിലിം കാണാനൊക്കെ ഒരു മടി വന്നത്. ആദ്യം ഞാൻ എപ്പോഴും ഫിലിം കാണായിരുന്നു, വീട്ടിൽ ടി വിയിൽ കാണാം. അങ്ങനെ ഞാൻ ദിലീപേട്ടൻ എന്നിട്ട് കളിയൂഞ്ഞാൽ ഫിലിമൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ വളരെ കുഞ്ഞാട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഫിലിമിൻ്റെ ആ ഒരു ഇതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ അതിൽ ദിലീപ് മരിക്കുന്ന ആ ഒരു രംഗം കണ്ടിട്ട് ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. കരഞ്ഞതിന് അറ്റില്ല. അപ്പോൾ ഉപ്പ പറയും ഇവർക്ക് പ്രാന്താണെന്ന്. കാരണം പിന്നെ ഉപ്പ പറയും, ഉപ്പാണെങ്കിൽ നസീർ ഫാനാട്ടോ. അപ്പം എനിക്ക് ഈ നസീർ സാറൊന്നും അങ്ങനെയല്ല. അപ്പം നമുക്കൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പം ഉപ്പ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ദിലീപേട്ടനെ ഇഷ്ടമുള്ള പോലെ എൻ്റെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക നസീർ സാറിനെ. അപ്പോൾ ഉപ്പ അതിടുമ്പോൾ ഞാൻ പറയും കണ്ടോ നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് ദിലീപേട്ടൻ. അപ്പോൾ ഉപ്പ പറയും അത് മാത്രമല്ല നിൻ്റെ നസീർ സാർ. അപ്പോൾ ബാധവരാതെ പാവം എൻ്റെ ഉപ്പ വർണ്ണിക്കിട്ടോ നസീർ സാറിനെ നല്ല നടൻ തന്നെയാണ്. അപ്പോൾ നമുക്കങ്ങനെ അറിയില്ലല്ലോ, ഇവരെയും അറിഞ്ഞിട്ടല്ല. എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ്. അഫിക്ക് അമ്മയെ ഇഷ്ടം ചാക്കോച്ചനാട്ടോ, ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ എൻ്റെ ദിലീപേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്നിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര തള്ളി മറിക്കായിരുന്നു. ഞാൻ ദിലീപേട്ടനെ കാണും, കുഞ്ഞുനാളിലൊക്കെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ് ആ മോഹം ഞാൻ വിട്ടില്ല. ഞാൻ അതും തുടർന്ന് വന്നു. എത്ര നടന്മാരിന്ന് വന്നു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ ചാനലിൽ കോപ്പിറൈറ്റൊന്നും വന്നിട്ടില്ല. ഞാൻ ദിലീപേട്ടൻ പറയുന്ന ഒരു വേർഡ്സ് എടുത്തിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. ഒരു 30K എങ്ങാനും വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ് എൻ്റെ ദിലീപേട്ടൻ അത് എനിക്ക് എതിരെ പറയൊന്നുമില്ലയെന്ന്. അപ്പോൾ അത് ദിലീപേട്ടൻ പറയുന്നത് എന്താ അറിയോ, നമ്മൾ ഒരാൾ വില കുറച്ച് കാണരുത്. അപ്പോൾ സത്യമാണ്, നമ്മൾ ഏത് ഒരാൾ വില കുറച്ച് കാണരുത്. അത് നല്ലൊരു പാഠം തന്നെ, നല്ലൊരു മെസ്സേജാണത്. ഇവരിങ്ങനല്ലേ അപ്പോൾ ഇവരെ വലിയ താഴ്ത്തി കെട്ടി പറയും, അങ്ങനെയില്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു വാക്കൊക്കെ എനിക്ക് അത് എന്നല്ല എന്തൊരു വാക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ടല്ലോ, അതൊക്കെ ഓരോ വ്യക്തിപരമായ കാര്യമാണ്. കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തതൊക്കെ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അന്നും ഇന്നും ഇഷ്ടമാണ് എനിക്ക് ദിലീപേട്ടനെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ആക്ടറോടാണോ അവൾക്ക് ഇത്ര ഇത്, വേറെന്തോ ആണോ, അങ്ങനെ പല ചോദ്യങ്ങളുണ്ടാവും. ഞാൻ പറയുന്ന ആളല്ല. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഇഷ്ടം തോന്നി ഞാനത് യൂട്യൂബിൽ പറഞ്ഞു. അന്ന് എനിക്ക് പറയാനൊരു അവസരം ഇല്ലായിരുന്നു. ഇന്ന് എനിക്കൊരു ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, ഞാനിപ്പം പറയുന്ന ഈ ഒരു വീഡിയോ എന്നെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ നിലനിൽക്കുന്നിടത്തോളം കാലം എന്നെങ്കിലും എൻ്റെ ദിലീപേട്ടനെ നമ്മുടെ നോഫൽ ടിക്കടി കമൻ്റ് ഇട്ട പോലെ ഒന്ന് കണ്ടെങ്കിൽ ഒന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആട്ടത്. പക്ഷെ കാണുന്നില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാനൊക്കെ എന്ത് പുഴുവാണ്, നമ്മളൊക്കെ എന്ത് യൂട്യൂബർ അല്ലേ. പക്ഷെ ദിലീപേട്ടൻ പറഞ്ഞ പോലെ ആരും ഞാൻ വില കുറച്ച് കാണുന്നില്ല. അപ്പോൾ ഇന്നലെ ലൈവ് ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു ദിലീപേട്ടൻ വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പഠിച്ചവനാണ് സത്യം. എനിക്കൊരു വീടിട്ടാനോ കാറിട്ടാനോ ഒന്നുമല്ല. എനിക്ക് ദിലീപേട്ടനോടൊന്നും കിട്ടാനും അല്ല, എനിക്ക് അങ്ങോട്ട് കൊടുക്കാനും അല്ല. നമ്മളൊക്കെ എന്ത് ഒരു സെലിബ്രിറ്റിയാണ്. അതിലുപരി എനിക്കൊരു നല്ലൊരു മാമനെ പോലെ അങ്ങനെ. അപ്പോൾ എനിക്ക് ദിലീപേട്ടനെ സത്യം പറയുന്നത്, എനിക്ക് ദിലീപേട്ടൻ്റെ കൂടെ ഒരു സെൽഫി എന്നിട്ട് അത് എൻ്റെ ചാനലിലൊന്ന് അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അത് ആദ്യം ഒരു സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു. ആദ്യം എനിക്ക് യൂട്യൂബ് ചാനലുള്ളതിന് മുന്നേ എന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നോക്കിക്കാന്ന്. പക്ഷേ ഇതല്ലല്ലോ, ഇപ്പോൾ എനിക്ക് ചാനലുള്ളതുകൊണ്ട്
ഇടാലോ എന്ന് ഉള്ള. അപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരമായിട്ടൊന്നും തോന്നരുത്. എനിക്ക് ദിലീപേട്ടനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ദിലീപേട്ടൻ എൻ്റെ ഈ വീഡിയോ കാണുമെന്ന്. എനിക്ക് ദിലീപേട്ടനെ പോയിട്ട് കാണാനില്ല, ആരെയും പോയി കാണാനുള്ള ഒരു ശേഷി എനിക്കില്ല. അറിയാമല്ലോ ഞാൻ വീൽ ചെയറിലാണെന്ന്. ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ. ഒത്തിരി പേരെടുത്ത് എന്നെപ്പോലെ വകയിലുള്ള കുറച്ച് ആളുകളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ദിലീപേട്ടനെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും വരയ്ക്കാനും എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. ദിലീപേട്ടൻ എന്ന വ്യക്തിയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മഞ്ജു ചേച്ചിനെ ഇഷ്ടമാണ്, കാവ്യനെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ദിലീപേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് അറ്റത്ത് എൻ്റെ ദിലീപേട്ടന് ഈ ഉണ്ടെങ്കിലും എൻ്റെ ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് സ്പ്രെഡായിട്ട് ദിലീപേട്ടൻ്റെ അടുത്തൊന്ന് എത്തിച്ചെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. ഒറ്റ വട്ടം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് കണ്ട് ജസ്റ്റ് ഒരു സെൽഫി എടുക്കുക, അത്ര മാത്രം മതി. അല്ലാതെ ദിലീപേട്ടനോടൊന്നും കിട്ടാൻ എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടാക്കിയിട്ടുള്ള, ഞാനൊരു വീട്ടിലാണ്, സ്വന്തം വീട്ടിൽ തന്നെ കഴിയുന്നത്. അപ്പോൾ എനിക്ക് വീടോ കാറോ ബംഗ്ലാവോ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ദിലീപേട്ടനൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കുറേ വീഡിയോ ഞാൻ ചെയ്തതല്ലേ, അപ്പോൾ അതെല്ലാം എൻ്റെ കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ ഇതും എൻ്റെ ഒരു കാര്യമാണല്ലോ. അപ്പോൾ എൻ്റെ ദിലീപേട്ടന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്പ്രെഡാക്കി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കണ്ണൂരിൽ കാണാൻ രീതി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കാണും. അപ്പോൾ അത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായി കാണാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി, കുഴപ്പമില്ല. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ അംഗീകരിച്ചാലേ പറ്റൂ. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നാൽ എനിക്കറിയാം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു, അതിൽ നിന്നൊരു മാറ്റവും ഇല്ല. ഇഷ്ടമെന്നൊന്നും പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വേണ്ടി ഇല്ലാതാവുന്നതല്ലല്ലോ, അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നേണ്ടതല്ലേ. അപ്പോൾ എനിക്കൊരു മാമനെ പോലുള്ളൊരു സ്നേഹം, എന്തോ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സന്തോഷത്തിലാണ് ഞാൻ എൻ്റെ ദിലീപേട്ടൻ കാണും. അപ്പോൾ ഞാൻ ദിലീപേട്ടനെ വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു, എങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട്, എൻ്റെ വീട് അന്വേഷിച്ച് എൻ്റെ വീഡിയോയിലൂടെ കണ്ടിട്ട് ഒരു കമൻറ്റെങ്കിലും, ഇനി വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ഇടണം, അത്രേ ഞാൻ അഭ്യർത്ഥിക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ചിലർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ എന്താ, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും.